എന്റെ സന്തോഷം നിങ്ങളിൽ ഉണ്ടായിരിക്കുന്നതിനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിനും വേണ്ടിയാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. യോഹന്നാൻ 15:11 ഈ തിരുവചനം സൂചിപ്പിക്കുന്നത് പോലെ ബൈബിൾ പകർന്നു നൽകുന്ന ദൈവിക സന്തോഷമുണ്ട്. ആ സന്തോഷം ഒരു വ്യക്തിയിലേക്കുന്ന കരുത്തുണ്ട്. ആ കരുത്തിൽ തന്റെ ഇടയജീവിതം നയിക്കുന്ന വൈദികനാണ് പുന്നത്തറ സെന്റ് തോമസ് വെള്ളാപ്പള്ളി ഇടവക വികാരി ഫാദർ ജേക്കബ് കാട്ടടി. ഒരു വൈദികൻ എന്ന നിലയിൽ ഒരു വൈദികൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ബൈബിൾ. അത് നമ്മുടെ ജീവിതത്തെ, അജപാലന പ്രവർത്തനത്തെ, ഇടവക ജീവിതത്തെ, ഇടവകയിലെ ആധ്യാത്മിക പ്രബോധനങ്ങളെ, പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന ബൈബിളിനോളം ആഴമുള്ള മറ്റൊരു ഗ്രന്ഥം ഇല്ല. ആ ഒരു രീതിയിൽ ഒരു വൈദികൻ എന്ന നിലയിൽ, മാത്രമല്ല ക്രിസ്ത്യാനി എന്ന നിലയിൽ ചെറുപ്പം മുതലേ ബൈബിളിനോടുള്ള ബന്ധം, അത് വൈദികനായ ശേഷമാണെങ്കിലും ബൈബിൾ പഠിക്കാനും പഠിപ്പിക്കുവാനുള്ള എൻ്റെ ഉത്തരവാദിത്വം ഞാൻ അത് ചെയ്തു. അത് എൻ്റെ ആത്മീയ ഉത്കർഷത്തിനും ഇടവകയുടെ ആത്മീയ വളർച്ചയ്ക്കും സഹായകരമായി. ഇന്നും എന്നെ കരുത്തനായി ശക്തനായി നയിക്കുന്നത് ഞാനെന്താകുന്നു ദൈവകൃപയാലെന്ന് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഈ കൃപയുടെ നിറവ് പകരുന്ന ശക്തിയുടെ സ്രോതസ്സാണ് വിശുദ്ധ ഗ്രന്ഥം. വചനത്തെ താങ്ങുന്നവരെ വചനവും താങ്ങും എന്ന വിശ്വാസത്തിന് പുത്തൻ ഉണർവ് ലഭിച്ച 1 മണിക്കൂർ സമയം. ഇടവക ഒന്നാകെ തങ്ങളുടെ വിശ്വാസം കൈപ്പടയിൽ കുറിക്കാൻ തയ്യാറായ നിമിഷങ്ങൾ. ആ നിമിഷങ്ങളിൽ 500 പേർ ഒന്നു ചേർന്നപ്പോൾ പുന്നത്തുറ വെള്ളാപ്പള്ളി ഇടവകയിൽ പുതിയൊരു ഗ്രന്ഥം ഉടലെടുത്തു. എന്നാൽ ആ ഗ്രന്ഥത്തിൽ കൈപ്പട വ്യത്യസ്തമായിരുന്നു. അവ എഴുതപ്പെട്ട സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. എഴുതിയ വ്യക്തികളും വ്യത്യസ്തമായിരുന്നു. എന്നാൽ അവർ കുറിച്ച ഓരോ അക്ഷരങ്ങളും പതിച്ചത് ഓരോരുത്തരുടെയും അചഞ്ചലമായ വിശ്വാസത്തിലേക്കായിരുന്നു, വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക്. പുന്നത്തുറ ഇടവകയിലേക്ക് അജപാലകനായി കടന്നു വന്നത് ഒരു ജൂബിലിയുടെ സമയത്തായിരുന്നു. ആ സമയത്ത് ഈ ഇടവകയ്ക്ക് കൂടുതൽ ഉണർവും ഉത്തേജനവും നൽകാൻ വചനമാണ് ഏറ്റവും നല്ല ഉപാധി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വചനവയൽ ആപ്ലിക്കേഷൻ ഈ ഇടവകയുടെ അജപാലന പ്രവർത്തനത്തിലുള്ളൊരു മീൻസാക്കി ഉപയോഗിച്ചു തുടങ്ങി. വചന പഠന കളരിയാണ് അതിന് അടിസ്ഥാനമായി ഉപയോഗിച്ചത് ഘടകം. അനേകർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അനുദിനം വചനം വായിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വചനത്തോടുള്ള ബന്ധവും ആഴമുള്ള വിശ്വാസവും വളർത്തിയെടുക്കുന്നതിനായിട്ട് ഈ ഇടവക അംഗങ്ങളെ ഒന്നു ചേർന്ന് ദബാർ എന്ന് വെച്ചാൽ ദ വേർഡ് ഓഫ് ഗോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വേർഡ് ഓഫ് ഗോഡിലേക്ക്, വചനത്തിലേക്ക് ബന്ധം ആഴത്തിൽ കൊണ്ടുവരാനായിട്ട് രൂപകൽപ്പന ചെയ്തതാണ് ദബാർ. ദബാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1 മാസം പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഈ ഇടവക സമൂഹം വചനം വായിച്ചത്, വചനം എഴുതിയത്. ഇടവക സമൂഹത്തെ വചനം എഴുതിക്കുവാനായിട്ട് ഒരു ഗ്രൂപ്പ് ഈ ദേവാലയത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പായി പ്രവർത്തിച്ചു. ആളുകൾക്ക് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ആഴത്തിൽ വളരാനുള്ള പ്രേരണ ലഭിക്കുന്നതിന് വേണ്ടി. രണ്ടാമതായി ഒരു ഗ്രൂപ്പ് ഹോംവർക്ക് ചെയ്തു. ഇത് താല്പര്യമുള്ള വ്യക്തികളെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അങ്ങനെ 500ഓളം വ്യക്തികളെ നമ്മുടെ ഇടവകയിൽ നമുക്ക് കണ്ടെത്തുവാനായി സാധിച്ചു. അങ്ങനെ 500ഓളം വ്യക്തികൾ 1 മണിക്കൂർ കൊണ്ട് വചനം എഴുതിയ പ്രോഗ്രാമാണ് ദബാർ. 1 മണിക്കൂർ കൊണ്ട് 500 പേരിലേക്ക് വേണ്ട പേപ്പറുകളും പേനകളും അതിനുള്ള പോർഷനും കൊടുത്തുകൊണ്ട് ഒരു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 യുവജനങ്ങൾ 20ഓളം യുവജനങ്ങൾ ഓരോ കൂട്ടായ്മകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പേപ്പറും പേനയും വീടുകളിലെത്തിച്ചു. 1 മണിക്കൂർ കൊണ്ട് മെറ്റീരിയൽ വീടുകളിലെത്തിച്ചു. 1 മണിക്കൂർ കൊണ്ട് എല്ലാ അംഗങ്ങളും ഒരു സമയത്ത് 3 മുതൽ 4 വരെയുള്ള സമയത്ത് എല്ലാവരും വീടുകളിൽ ഇരുന്ന് ഇവിടുന്ന് നൽകിയ പേപ്പറിൽ വചനം എഴുതി. 4 മണിയായപ്പോൾ യുവജനങ്ങൾ അവയെല്ലാം കളക്ട് ചെയ്ത് 5 മണിയായപ്പോൾ ഇവിടെ എത്തിച്ചു. ഈ 3 മുതൽ 5 വരെയുള്ള സമയത്ത് വചനം എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, കണ്ണ് കാണാൻ മേലാത്തവർക്ക്, അല്ലെങ്കിൽ പ്രായമായവർക്ക് വേണ്ടി ഒരു ആരാധന ഇവിടെ സംഘടിപ്പിച്ചായിരുന്നു. ആരാധനയിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഒന്നിച്ചിരുന്ന് അവർ പ്രാർത്ഥിച്ചു. വചനം പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബസമേത വീടുകളിലിരുന്ന് എഴുതി. ഇവയെല്ലാം ഒന്നു ചേർന്ന് പ്രാർത്ഥനാപൂർവ്വം സംഘടിപ്പിച്ചു. ജൂബിലിയിൽ ഇതൊരു വലിയൊരു അനുസ്മരണത്തിന്, ജൂബിലി സ്മാരകമായിട്ട് ഈ ദബാർ എന്ന കയ്യെഴുത്ത് പ്രതി ഇവിടെ രൂപപ്പെട്ടു. ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു ഈ ഇടവകക്കാർക്ക് എല്ലാവർക്കും. വചനത്തോടടുക്കുന്നവർക്ക്, വചനത്തെ താങ്ങുന്നവരെ വചനം താങ്ങുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ദിവസവും മണിക്കൂറുകളുമായിരുന്നു അത്.
വിശുദ്ധിയാൽ പൂർണ്ണമായ ബൈബിൾ പകർത്തി എഴുതപ്പെടുമ്പോൾ തൂലിക ചലിപ്പിക്കുന്നവരിലും അതേ അടിത്തറയാണ് ഉണ്ടാവേണ്ടത്. തങ്ങളുടെ ഉദ്യമം പൂർത്തിയാകുമ്പോഴോ ആരംഭത്തിലേതും ശക്തമായ വിശ്വാസത്തിന്റെ അടിത്തറയും രൂപീകൃതമായിരിക്കണം. ഈ ലക്ഷ്യത്തിന്റെ അന്തിമ സ്ഥാനത്തെത്താനോ ശരിയുടെ പാത തിരിച്ചറിഞ്ഞ ഇടയന്റെ നേതൃപാഠവും അനിവാര്യമാണ്. ആ അനിവാര്യതയുടെ ഉത്തരമായിരുന്നു ഫാദർ ജേക്കബ് കാട്ടടയുടെ നെടുനായകത്വം. വെള്ളാപ്പള്ളി ഇടവകയുടെ ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉണർവിന് കാരണമായ ഒരു പദ്ധതിയായിരുന്നു ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ജേക്കബ് കാട്ടടിയച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്ന ദബാർ എന്ന് പറഞ്ഞ ബൈബിൾ രചനാ സംരംഭം. ഇടവകയിലുള്ള എല്ലാവരും ഒത്തുചേർന്ന്, അത് കുട്ടികളും മാതാപിതാക്കളും എല്ലാവരും ഒത്തുചേർന്ന് ഒരുമിച്ച് 1 മണിക്കൂർ സമയം കൊണ്ട്, ഇടവകയിലുള്ള എല്ലാവരും ചേർന്ന് ഒരുമിച്ച് 1 മണിക്കൂർ കൊണ്ട് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ എഴുതി തീർക്കുന്ന ഒരു സംരംഭമായിരുന്നു അത്. അതിനെ ഒന്ന് ക്രമീകരിക്കുന്നതിന്, ഒരു കോർഡിനേറ്റ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ആവശ്യമായിരുന്നു. അത് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഇടവകയിലെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ ഒക്കെ ചേർന്നാണ് അതിന് ക്രമീകരണം നടത്തിയത്. ഇടവകയിലുള്ള എല്ലാ വ്യക്തികളും ഒരുമിച്ച് ചേർന്ന് 1 മണിക്കൂർ കൊണ്ട് വിശുദ്ധ ഗ്രന്ഥം എഴുതി തീർക്കുന്ന ഒരു സംരംഭമായിരുന്നു അത്. ഇടവകയിലുള്ള എല്ലാവർക്കും വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും അതോടൊപ്പം തന്നെ അവരെഴുതുന്ന ആ വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ കാരണമായ ഒരു അവസരമായിരുന്നു അത്. താൻ കടന്നുവരുന്ന പാതയിലും ദൈവികതയുടെ ആഴത്തിലുള്ള സാന്നിധ്യം ഉണ്ടാവണമെന്ന് ഫാദർ ജേക്കബ് കാട്ടയുടെ തിരിച്ചറിഞ്ഞതിൽ നിന്നാണ് വചനവയൽ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പിറവിയെടുക്കുന്നത്. ഈ വചന പഠനക്കളരിയുടെ പിൻബലത്തിൽ ജീവിതം പടുത്തുയർത്തിയവരും നിരവധിയാണ്. അവരിൽ ഓരോ വ്യക്തിക്കും പങ്കുവയ്ക്കാൻ വചനത്തിന്റെ ശക്തി തെളിയിക്കപ്പെട്ട അനവധി നിമിഷങ്ങളും ഉണ്ടാവും. 2020 കൊറോണ നമ്മുടെ നാടിനെ ബാധിച്ചിരുന്ന അവസരത്തിൽ അജപാലന മേഖലയിൽ ഒരു സഹായിയായി, ഒരു ഗൈഡായിട്ടാണ് വചനവയൽ ആപ്ലിക്കേഷന് രൂപം നൽകുവാൻ എൻ്റെ മനസ്സിൽ ചിന്തയുണ്ടായത്. അത് എക്കാലത്തും എവിടെയുമുള്ള അജപാലകർക്ക് തങ്ങളുടെ അജപാലന മേഖലയിൽ ഉപയോഗിക്കുവാൻ സഹായകരമായ ഒരു അജപാലന ടൂളാണ് വചനവയൽ ആപ്ലിക്കേഷൻ. വചനം വായിക്കാൻ, വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും സഹായകരമായൊരു സഹായഹസ്തമാണ് വചനവയൽ ആപ്ലിക്കേഷൻ. ഏത് രൂപതകളിലും ഏത് ഇടവകകൾക്കും ഏത് വ്യക്തികൾക്കും ഇത് ഉപയോഗിച്ചുകൊണ്ട് വചനത്തിൻ്റെ ആഴങ്ങൾ പഠിക്കാൻ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരാൻ, വചനത്തെ സ്നേഹിക്കാൻ, വചനഗന്ധിയായ ജീവിതം നയിക്കാൻ സഹായകരമായ വ്യത്യസ്തങ്ങളായ പ്രവർത്തന കർമ്മ മണ്ഡലങ്ങളാണ് ഇതിലുള്ളത്. അതിൽ പ്രധാനമായ ഒന്നാണ് വചന പഠന കളരി. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ തുടർച്ചയായി 1 വർഷം കൊണ്ട് വചനം വായിച്ച് പഠിച്ചു വായിക്കാൻ സഹായകരമായത്. പഠിച്ച കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു ക്വിസ് മോഡലിൽ ആണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും വായിക്കുവാനുള്ള പ്രേരണ, സോഷ്യൽ മീഡിയയ്ക്ക് ഒരു അഡിക്റ്റായിത്തീരുന്ന മനുഷ്യൻ്റെ ആ ഒരു നേച്ചറിനെ വചന പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു മീൻസായി ഇത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പലരും പറഞ്ഞു, ഫേസ്ബുക്കിൽ എങ്ങനെ ഞാൻ അഡിക്റ്റ് ആകുന്നു അതുപോലെയാണ് വചനവയലിൽ ഞാൻ അഡിക്റ്റ് ആകുന്നത്. വചനത്തോടുള്ള ഒരു മമത, ഇൻട്രസ്റ്റ് എന്നിൽ രൂപപ്പെടുത്തുവാനായിട്ട് ഇത് സഹായകരമാണ്. ആയിരക്കണക്കിന് ആളുകൾ അനുദിനം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വചനം പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. വചനവയൽ ആപ്ലിക്കേഷനകത്ത് 4 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് വചന പഠന കളരി. അത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ തുടർച്ചയായിട്ട് വചനം വായിക്കുവാൻ സഹായിക്കുന്നു. രണ്ടാമതായിട്ട് വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ആർക്കും ബൈബിൾ അധിഷ്ഠിതമായ ക്വിസുകൾ സംഘടിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വചനവയലിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ടി അത് സെറ്റ് ചെയ്തു തരുന്നതാണ്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരുന്നതാണ്. ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, പാർട്ടിസിപ്പൻസ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം എന്ന് മാത്രം. അപ്പം വളരെ ചിലവില്ലാതെ ക്വിസ് മത്സരങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും സംഘടിപ്പിക്കുവാനായിട്ട് ഈ ക്വിസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമതായിട്ട് ലോഗോസ് ക്വിസിന് സഹായകരമായ ലോഗോസ് ക്ലബ്ബ് ഇതിനകത്തുണ്ട്. ഈ ക്ലബ്ബ് അംഗത്വം എടുക്കുന്ന ആർക്കും ഓരോ വർഷത്തെയും സിലബസിൽ, അത് പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ, ചാപ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ച് താൻ പഠിച്ച കാര്യങ്ങളെ വിലയിരുത്തുവാനായിട്ട്
100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല 1000 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് റെഗുലറായിട്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ശേഖരം ഇതിനകത്തുണ്ട്. 1.5 ലക്ഷത്തിലധികം ചോദ്യോത്തരങ്ങളുടെ ശേഖരം ഈ വചനവയൽ ആപ്ലിക്കേഷനിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. അതിന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും വളർന്നുകൊണ്ടേയിരിക്കും. ആ ഒരു രീതിയിൽ ഇത് ഒരു സഹായകരമായ ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് ബൈബിളിലെ ഏത് പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും ക്വിസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനകത്തുനിന്നും പുസ്തകങ്ങൾ ഓരോന്നോരോന്നും ഉപയോഗിച്ച് പഠിക്കുവാൻ സാധിക്കുന്നതാണ്. നാലാമതായിട്ട് അജപാലന മേഖലയിൽ സഹായകരമായ 6000-ലധികം വീഡിയോസുകൾ ചെയ്തൊരു ചാനലും ഇതിനോട് കൂടെ ഉണ്ട്. ഇതിൻ്റെ സെക്കൻഡ് ഫോം ഇപ്പോൾ ഇംഗ്ലീഷിലേക്കുള്ള കുട്ടികൾ അനേകർ ഇംഗ്ലീഷ് വേർഷൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ബിബ്ലിയ എന്ന പേരിൽ പുതിയൊരു ആപ്ലിക്കേഷൻ്റെ വർക്കിലാണ്. അതിലൂടെ വീഡിയോ ബുക്കുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ കൺസെപ്റ്റുകളുള്ള സെക്കൻഡ് ആപ്ലിക്കേഷനും ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ്. വചനവയൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. www.vajnavail.com എന്ന സൈറ്റിലും ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ആൻഡ്രോയിഡുകാർക്ക് പ്ലേ സ്റ്റോറിലും ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് സൈറ്റിലും ഈ വചനവയൽ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പൂർണ്ണമായി വായിക്കാൻ സാധിക്കുന്നത് പകരുന്ന പുണ്യം നിർവചിക്കാൻ കഴിയുമെങ്കിൽ ആ വചനങ്ങൾ ഓരോന്നും ഗ്രഹിച്ച് ധ്യാനിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതിലെ പുണ്യം അനിർവചനീയമാണ്. ആ അനുഗ്രഹമാണ് ഫാദർ ജേക്കബ് കാട്ടടിയുടെ നേതൃത്വത്തിൽ വചനവയൽ ആപ്ലിക്കേഷനിലൂടെയും വചന പഠന കളരിയിലൂടെയും സാധ്യമാവുന്നത്. ജീവിതത്തിലെ ഏത് സുഖദുഃഖത്തിലും താങ്ങാവാൻ ഇത്ര വലിയൊരു ശക്തി കേന്ദ്രം സ്വന്തമായുള്ളപ്പോൾ, ഫാദർ ജേക്കബ് കാട്ടടി പോലൊരു വഴികാട്ടി മുൻപിലുള്ളപ്പോൾ ഈ ജനതയ്ക്ക് ആകുലതകൾ വിസ്മരിക്കാം. ദെബാർ എന്നുള്ള ഈ സംരംഭത്തോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഉള്ള ഒരു ആപ്ലിക്കേഷനുണ്ട്, ഒരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്, വചനവയൽ എന്നുള്ളത്. അപ്പോൾ അതിൽ ഒത്തിരിയേറെ വീഡിയോസും ക്വിസും ബൈബിൾ സംബന്ധമായിട്ടുള്ള വിജ്ഞാനവും ബൈബിൾ വായിക്കുവാനായിട്ടുള്ള സാധ്യതകളുമൊക്കെ ഒരുക്കി തരുന്ന ഒരു ആപ്ലിക്കേഷനാണത്. അത് പുതിയ തലമുറയുടെ രീതികൾക്കനുസരിച്ച് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ മീഡിയ എന്ന് പറയുന്നത് 21-ാം നൂറ്റാണ്ടിൻ്റെ അരയോപകസുകളാണ്. അവിടെ വെച്ചാണ് യഥാർത്ഥത്തിലുള്ള വചനപ്രഘോഷം നടക്കേണ്ടതെന്നാണ് ബഹുമാനപ്പെട്ട അഭിമന്യ മാർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വെച്ചിരിക്കുക. അതിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കാട്ടടി അച്ഛൻ വചനവയൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയും അത് അതിൻ്റെ ഭാഗമായിട്ട് ഇടവക ജനങ്ങൾക്കൊക്കെ ബൈബിൾ വായിക്കുവാനും പഠിക്കുവാനും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ബൈബിള് ക്വിസ് അതിൽ പങ്കെടുക്കുവാനും ഒക്കെയുള്ള അവസരം ഒരുക്കി തന്നത്. അപ്പം ഇടവകയുടെ ആധ്യാത്മികമായിട്ടുള്ള വളർച്ചയ്ക്ക് വചനത്തോടുള്ള ഒരു ആഭിമുഖ്യം വർദ്ധിക്കുവാനായിട്ട് ബൈബിളിൽ പറയുന്നത്, വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ വചനത്തോടുള്ള തീവ്രമായ ഒരു അഭിവാഞ്ച ഉണ്ടാകുവാനായിട്ട് സഹായിച്ച ഒരു അവസരമായിട്ടാണ് ദബാറിനെയും ഇപ്പോൾ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വചനവയൽ ആപ്പിനെയും ഒക്കെ ഞങ്ങൾ കാണുക. ദൈവവചനത്തിലുള്ള ആത്മാവിന്റെ ശബ്ദത്തിന് നാം നമ്മെ തന്നെ നിരന്തരമായി തുറന്നു കൊടുത്താൽ പൂർണ്ണമായും വിശുദ്ധമായൊരു ഹൃദയം ആത്യന്തികമായി നമുക്കുണ്ടാകും. അതിനാൽ ഇസ്രായേൽ ജനതയ്ക്ക് മരുഭൂമിയിൽ ദിനംതോറും മന്ന ലഭിച്ചതുപോലെ ദൈവത്തിന്റെ അഭിഷേകം ചെയ്യപ്പെട്ട വചനം ഓരോ ദിവസവും പ്രാപിക്കാം. പഴയ പാഠത്തിന്റെ ജീവിതത്തിൽ നിന്ന് വിശുദ്ധിയുടെ പുതിയ ജീവിതത്തിലേക്ക് നയിക്കുന്ന, സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ദൈവവചനത്തിനൊപ്പം സഞ്ചരിക്കാം.